യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: ജസ്റ്റ് എ റിമൈൻഡർ. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 30 നാളെ ഈ മാസത്തിലെ സമാപന ദിനമാണ്. ജപമാല മാസം തീരുകയാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എത്രയോ തീക്ഷ്ണതയോടുകൂടെ നമ്മളെല്ലാവരും തീരുമാനമെടുത്തതാണ് ഒത്തിരി ജപമാലകൾ ഈ മാസം ഞാൻ ചൊല്ലാമെന്ന്. നമുക്ക് എത്രമാത്രം ജപമാലകൾ ചൊല്ലാൻ സാധിച്ചു? നമ്മൾ ആഗ്രഹിച്ച തീരുമാനമെടുത്ത അത്രയും ജപമാലകൾ ചൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ച് ഇന്നും നാളെയുമായിട്ട് കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. ചില പരീക്ഷകളൊക്കെ വരുമ്പോൾ അവസാന സമയമാകുമ്പോൾ നമ്മൾ തീക്ഷ്ണതയോടുകൂടെയൊക്കെ പഠിക്കുമല്ലോ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെയും കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഓരോ മകനും പരിശ്രമിക്കണം. ജപമാല എത്രമാത്രം ചൊല്ലുന്നു, ഒത്തിരി ജപമാലകൾ ചൊല്ലണം എന്ന് പറയാൻ കാരണം, നമുക്കത് ഭൂമിയിൽ നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ നിക്ഷേപം കരുതി വെക്കുന്നത് പോലെ അത് നമുക്കൊരു നിക്ഷേപമാണ്. ഭൂമിയിലൊരു നിക്ഷേപമാണ്, വരാനിരിക്കുന്ന ലോകത്തും നിത്യജീവനും നമുക്കതൊരു നിക്ഷേപമാണ്. എത്രമാത്രം ജപമാലകൾ ചൊല്ലുന്നോ അതിനനുസരിച്ചുള്ള സമ്മാനം സ്വർഗം നമുക്ക് തരും. ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ജപമാലയിലൂടെ ലഭിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കേൾക്കുകയായിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ ദൈവജനത്തിന് സ്വർഗം നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാനായിട്ട് ഇടവന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ ഈ ജപമാല, പരിശുദ്ധ അമ്മയൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് കീഴിൽ നമുക്ക് വസിക്കാം. സാധിക്കുമെങ്കിൽ ഈ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ രൂപം അലങ്കരിച്ച്, അമ്മയുടെ രൂപത്തിന് മുന്നിൽ തിരിയൊക്കെ കത്തിച്ച്, വ്യക്തിപരമായിട്ടോ കുടുംബാംഗങ്ങളെ എല്ലാവരും ഒരുമിച്ചൊക്കെ ജപമാല ഒത്തിരി സമയം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹം കിട്ടും. നമ്മുടെ കുടുംബത്തിനത് അനുഗ്രഹം ഐശ്വര്യമായിട്ട് മാറും. നമ്മളായിരിക്കുന്ന ദേശം എല്ലാം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാലകൾ കൂടുതലായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലുക എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ജപമാല മാസത്തിൽ മാത്രമല്ല, അപ്പോഴും നമ്മൾ ജപമാല കരങ്ങളിലെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം കിട്ടും. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മാസത്തിൽ സ്വർഗം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ ദൈവം കരുണയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ജസ്റ്റ് എ റിമൈൻഡർ. ഇന്നും നാളെയും കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖം കൂടുതൽ പ്രകാശമുള്ളതായിട്ടും സൗന്ദര്യമുള്ളതായിട്ടും വിശുദ്ധർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അമ്മയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വഴിയാണ് കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും നമ്മൾ ജപമാലക്കാരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് വലിയ സന്തോഷമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ജപമാല മാസത്തിൽ കർത്താവെ, ജപമാല ചൊല്ലാൻ സാധിച്ച കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ഇന്നും നാളെയുമായി കൂടുതൽ ജപമാലകൾ ചൊല്ലി ഈ ജപമാല മാസത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. അതിനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് യേശു നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.